റേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ പരാജയം അറിയാത്ത നായകൻ്റെ അടുത്ത ചിത്രം ബസൂക്ക. അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക മലയാള ചലച്ചിത്രങ്ങൾ, അത് മമ്മൂക്കയുടേതായിട്ട് വന്നിട്ടുള്ള എല്ലാ മലയാള സിനിമകളും വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക്, കാര്യം 50 കോടി ക്ലബിൻ്റെ മേളിലോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമുക്കിപ്പോൾ അവസാനം ഇങ്ങോട്ട് എടുത്തതിനകത്ത് ഒരു കാതൽ എന്ന് പറയുന്ന സിനിമ മാത്രം ഒരു 20-15 കോടി അത്രയും കളക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാണ ചെലവ് നമുക്കറിയാം. അതിന് തൊട്ട് മുമ്പേ റിലീസ് ചെയ്തിട്ടുള്ള കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയായാലും, പിന്നീട് ഇപ്പം കാതലിന് ശേഷം വന്നിട്ടുള്ള ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയായാലും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടർബോ ആയാലും ശരി, ഇതെല്ലാം 50 കോടി ക്ലബ്ബ് പിന്നിട്ട സിനിമകളാണ്. അതായത് ഏതാണ്ട് 60 കോടി അല്ലെങ്കിൽ 70 കോടി, ടർബോ പോലെ 75 കോടികളിൽ ക്ലബ്ബിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് മമ്മൂക്കയുടെ എല്ലാ സിനിമയും എന്ന് പറയുന്നത്. അതായത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മറ്റ് സൂപ്പർ താരങ്ങൾക്കും അല്ലെങ്കിൽ മെഗാ താരങ്ങൾക്കും അല്ലെങ്കിൽ പല പല വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന ദളപതി എന്നോ അല്ലെങ്കിൽ തലയെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടറെന്നോ ഉലകനായകനെന്നോ സൂപ്പർ സ്റ്റാർ എന്നോ അങ്ങനെ എല്ലാ പേരിൽ അറിയപ്പെടുന്നിട്ടുള്ള അന്യഭാഷയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്റ്റാർസിനും അല്ലെങ്കിൽ മലയാളത്തിലുള്ള സ്റ്റാർസിനും കണ്ടുപഠിക്കാവുന്ന ഒരു ഹീറോയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒന്നിനും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ടർബോയും കൂടെ തിയേറ്ററിൽ ഏറ്റവും വലിയൊരു വിജയമായി തീർന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ് ടർബോ, അത് നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ ആ ഒരു മമ്മൂട്ടി കമ്പനി എപ്പോഴും അവരുടെ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് സിനിമ ചെയ്യുമെങ്കിൽ പോലും അതിനു മുമ്പ് വന്ന പ്രമേയവും എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ എല്ലാ വിജയങ്ങൾക്ക് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗെയിം ത്രില്ലർ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. മമ്മൂക്കയായാലും ഗൗതം വാസുദേവ മേനോനായാലും ഐശ്വര്യ മേനോനായാലും ജഗദീഷ്, ബാബു ആൻ്റണി, അങ്ങനെ ഒരുപാട്, ഷൈം ടോം ചാക്കോ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയാണ്. എൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് മിഥുൻ മുകുന്ദനും ക്യാമറ നിമിഷ് രവിയാണ്. അപ്പോൾ ഏതായാലും എല്ലാ രീതിയിലും നമുക്കറിയാം. ഇപ്പം പുതിയ വാർത്തകൾ അനുസരിച്ചിട്ട് ബസൂക്കയുടെ ഇപ്പം ഷൂട്ടിങ് ചില സാങ്കേതിക കാരണം എന്ന് പറഞ്ഞാൽ ഗൗതം വാസുദേവ മേനോൻ്റെ ഒരു തിരക്ക് മൂലം സിനിമയുടെ ഷൂട്ട് കുറച്ച് നീണ്ടുപോയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഷൂട്ട് ഏതാണ്ട് പൂർണ്ണമായി വരുന്നുണ്ട്. അതിൻ്റെ ഡബ്ബിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഓണം റിലീസായിട്ടാണ് ഇപ്പം ബസൂക്ക എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണം റിലീസായിട്ടാണ് ബസൂക്ക തിയേറ്ററിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു മമ്മൂക്ക ലാലേട്ടൻ ഒരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടം തന്നെ നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കും. കാര്യം അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഓണത്തിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറയുന്ന സിനിമ. അപ്പം ബസൂക്കയും ബറോസും തമ്മിൽ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും കൂടി ഒരു സിനിമ ഒരേ സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ബസൂക്ക ഓണം റിലീസായിട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ബസൂക്കയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ തിയേറ്ററിൽ വരട്ടെ. 2 സിനിമകളും കാണാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും 2 സിനിമകളും വലിയ വിജയമായി മാറട്ടെ. താങ്ക് യു.